ഇന്ത്യക്കാരനായ വൈദികനെ വത്തിക്കാനിൽ സുപ്രധാന ചുമതലയിൽ നിയമിച്ച് ലയോ പാപ്പ. വത്തിക്കാൻ ജ്യോതിശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായാണ് ഇന്ത്യക്കാരനായ ഈശോ സഭാ വൈദികൻ ഫാദർ റിച്ചാർഡ് ആന്റണി ഡിസൂസയെ ലയോ 14 പാപ്പ നിയമിച്ചത്. ജ്യോതിശാസ്ത്ര മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയ വത്തിക്കാൻ ജ്യോതിശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിൽ കാര്യശേഷി തെളിയിച്ച വിദഗ്ധനാണ് ഗോവക്കാരനായ ഫാദർ റിച്ചാർഡ് ആന്റണി ഡിസൂസ. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ബ്രദർ ഗൈ കോൺസൽമഞ്ഞോ കാലാവധി പൂർത്തിയാക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. സെപ്റ്റംബർ 19 ഫാദർ റിച്ചാർഡ് ആന്റണി ഡിസൂസ സ്ഥാനം ഏറ്റെടുക്കും. ഫ്രാൻസിസ് പാപ്പായുടെ വേർപാടിന് മുൻപ് തന്നെ ഈ നിയമനത്തെക്കുറിച്ച് ആലോചനകൾ ആരംഭിച്ചിരുന്നു. ഗോവയിൽ 1978 ഫാദർ ഡിസൂസ ജനിച്ചത്. 1996 ഈശോ സഭയിൽ ചേർന്ന് 2011 പുരോഹിതനായി അഭിഷിക്തനായി. മുംബൈ സർവകലാശാലയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ബിരുദവും ജർമ്മനിയിലെ ഹൈഡൽബർഗ് സർവകലാശാലയിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. മ്യൂണിക്കിലെ ലുഡ്വിഗ് മാക്സിമിലിയൻ സർവകലാശാലയിൽ നിന്ന് ജ്യോതിശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയനിൽ അംഗമാണ് അദ്ദേഹം. അടുത്തിടെ ഒരു ചിഹ്നഗ്രഹത്തിന് അദ്ദേഹത്തിന്റെ പേരും നൽകിയിട്ടുണ്ട്. അതേസമയം വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ പുതിയ ഡയറക്ടറായി ഫാദർ ഡിസൂസയെ പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുത്തതിൽ തനിക്കുള്ള അതിയായ സന്തോഷം ബ്രദർ ഗൈ കോൺസൽമഞ്ഞോ അറിയിച്ചു. ജ്യോതിശാസ്ത്ര ഗവേഷണത്തിൽ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുടെ സമയത്ത് പ്രത്യേകിച്ച് ബഹിരാകാശ ദൂരദർശിനികളിലും നൂതന കമ്പ്യൂട്ടേഷണൽ സാങ്കേതിക വിദ്യകളിലുമുള്ള ഫാദർ ഡിസൂസയുടെ അറിവ് കണക്കിലെടുക്കുമ്പോൾ ഗവേഷണ കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദർശനവും ജ്ഞാനവും ഫാദർ ഡിസൂസയ്ക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10 വർഷത്തെ നേതൃപാടവത്തിൽ ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള സംഭാഷണത്തിനും ശാസ്ത്രീയ പ്രചാരണത്തിനും അന്താരാഷ്ട്ര തലത്തിൽ ജ്യോതിശാസ്ത്ര ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സമർപ്പണത്തിലൂടെ ബ്രദർ കോൺസൽമഞ്ഞോ തികച്ചും വ്യത്യസ്തനായിരുന്നുവെന്ന് ഫാദർ ഡിസൂസ പറഞ്ഞു.